പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് നാം വായിക്കുന്നത് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 26. For what will profit a man if he gains the whole world and forfeits his soul? Or what shall a man give in return for his soul? മലയാളം വേക്കൻസി: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് മറുവില കൊടുക്കും? May God bless you all. ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കണ്ടവർ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ, ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ, മൗനതയിലായിരിക്കുമ്പോൾ, ജീവനുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച ദൈവവചനം ഒന്നും കൂടെ വായിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ അല്ലെ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? വേറെ ആർക്കും വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, എനിക്ക് വേണ്ടി തന്നാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ദ ബെസ്റ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ മാത്രമല്ല, ബുദ്ധിയുള്ള ഏത് മനുഷ്യരുടെയും ആഗ്രഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലൈഫ്. യെസ്, ദ ബെസ്റ്റ് ലക്ഷറി, ദ ബെസ്റ്റ് ഹൗസ്, ദ ബെസ്റ്റ് കാർ, ദ ബെസ്റ്റ് ലിവിങ്, ബെസ്റ്റ് ഓണർ എവരിവെയർ. എല്ലായിടും നമ്മൾ നോക്കിയാൽ മനുഷ്യന് വലിയ വീടിന് വേണ്ടി, വലിയ കാറിന് വേണ്ടി, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത്. എന്നാൽ ഈ നെട്ടോട്ടത്തിനിടയിൽ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നാം വായിച്ച വാക്യം. അതായത്, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന മനുഷ്യൻ ഏറ്റവും അധികമായി വേണ്ട കാര്യം മറന്നു കളഞ്ഞിട്ടാണ് ഓടുന്നത്. തൻ്റെ ജീവൻ, തൻ്റെ ആത്മാവ്. ഇഫ് ഹി ഫോർഫീറ്റ്സ് ഹിസ് സോൾ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, മലയാളത്തിൽ തൻ്റെ ജീവൻ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയതാണ് സഭാപ്രസംഗി, അല്ലെങ്കിൽ എക്ലേഷ്യസ്. അത് വായിക്കുമ്പോൾ മിക്കവാറും അതിനകത്ത് മീനിങ്ലെസ് എന്ന് അദ്ദേഹം പറയുന്നു. മായ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ, ഏറ്റവും വലിയ ബുദ്ധിമാൻ, ജ്ഞാനി, രാജാവ്, അദ്ദേഹം ജീവിതത്തിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പറയണത് സകലവും മായയത്രേ. ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിലാണ് പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ആ ദിവസം മുതൽ അവൻ്റെ മരണം വരെ അവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് ആരംഭത്തെക്കാൾ എൻ്റെ അവസാനത്തെ എന്താകുമെന്ന് ചിന്തിക്കണത്. നാം ന്യൂസ് പേപ്പറുകളിൽ കൂടി, വാർത്തകളിൽ കൂടെ, മീഡിയകളിൽ കൂടി ഒക്കെ കടന്നു പോകുമ്പോൾ
കാണുന്ന ഒരു അന്തസത്ത മീൻസ് ഒരു ന്യൂസിൻ്റെ കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മരണം, അപകട മരണം, സൂയിസൈഡ്, വെട്ടിക്കൊല്ലുന്നു, ക്രിമിനൽസ്, ഇങ്ങനെ അനേക ന്യൂസുകൾ നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ പെർമനൻ്റായിട്ടങ്ങ് ജീവിക്കും. ഹേ മനുഷ്യ, ജ്ഞാനികളിൽ ജ്ഞാനിയും ധനവാന്മാരിൽ ധനവാനുമായ ശലോമോൻ പറയുന്നത് സകലവും മായയത്രേ. നീ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ആരനുഭവിക്കുമെന്ന് ആരറിയുന്നു? മനുഷ്യ, നീ കഷ്ടപ്പെട്ട് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. നീ ആർക്കാനോ വേണ്ടി ചരുതിച്ച് വെക്കുന്നു. നിൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ അത്രേ. അനേകർ വാഹനമെടുത്തുകൊണ്ട് വലിയ ഗറ്റപ്പായി പാട്ടും പാടി പോകുമ്പോൾ അവർ തിരിച്ചു ഭവനത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ പല പല സംഭവങ്ങൾ. എന്തൊക്കെയോ നേടി എന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയോട് ജീവിക്കുന്ന മനുഷ്യർ നിമിഷ നേരം കൊണ്ട് പട്ടുപോകുന്നു. ആ ജ്ഞാനി പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കുന്നു, സകലവും മായയത്രേ. ധനവാനും ലാസറും മരിച്ചു, ദരിദ്രനായൊരു മനുഷ്യൻ മരിച്ചു, ധനവാനായ മനുഷ്യൻ മരിച്ചു. എന്നാൽ മരണം കൊണ്ട് വലിയ ബെനിഫിറ്റ് കിട്ടിയത് ദരിദ്രനായ ലാസറിനാണ്. ധനവാൻ അവൻ്റെ ജീവിതത്തിൽ താൽക്കാലികമായി ലോകത്തിന് വേണ്ടി അവൻ ജീവിച്ചെങ്കിലും അവൻ സ്വർഗരാജ്യം അവൻ്റെ ആത്മാവിനെ അവൻ നേടിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ് ഈ വചനത്തിന് മുമ്പിൽ. ദൈവമേ, ഇന്ന് എൻ്റെ ഈ ലോകത്ത് നിന്ന് ഞാൻ എൻ്റെ ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാൽ എൻ്റെ ആത്മാവ് എവിടെയാകും? നമുക്കേവർക്കും മനുഷ്യനെ മറച്ചെന്തും ചെയ്യാം, മനുഷ്യനെ മറച്ചെന്തും പറയാം. എന്നാൽ ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനായ ദൈവം നിന്നെ വിധിക്കുമ്പോൾ എവിടെ നിൽക്കും? നിനക്ക് തന്നായുസ് നിൻ്റെ ആത്മാവിനെ നേടിയോ? നിനക്ക് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ട് നീ അനേകരോട് ആ അറിവ് പങ്കുവെച്ചോ? തൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെയും നീ നേടിയോ? അതോ നിൻ്റെ ആത്മാവിനെയും നശിപ്പിച്ച് നീ മറ്റുള്ളവരുടെയും ആത്മാവിനെ നശിപ്പിച്ചിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു പാവി അനേക മനുഷ്യരെ പാവികളാക്കുന്നു. ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഒരു കറുത്ത കെട്ട് ഒഴുകി വന്നപ്പോൾ ഒരു മനുഷ്യൻ ആ കറുത്ത കെട്ടിനെ കയറി പിടിച്ചു. എന്നാൽ ആ കറുത്ത കെട്ടെന്ന് പറയുന്നത് ഒരു കരടിയായിരുന്നു. ആ കരടി ഇവനെ വലിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് ആണ്ടുപോയി. പ്രിയമുള്ളവരെ, ഇതുപോലാണ് പാപം. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യെസ്. എന്നാൽ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അവർക്ക് വരുന്നതിനെക്കുറിച്ച് ആ വാക്യത്തിൽ വായിക്കുന്നത്, ലാസ്റ്റിൽ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. എന്നാൽ ദൈവമക്കൾ എന്ത് ചെയ്യണമെന്നതിന് 2-ാം വാക്യം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്കുള്ള നന്മയാണ്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. യെസ്. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. നീതിമാനായ ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു, സുവിശേഷം കേൾപ്പിക്കുന്നു, ദൈവവചനം കൊടുത്തിട്ടുണ്ട്. ദൈവവചനം പ്രമാണിക്കുന്നവനാണ് ഭാഗ്യവാൻ. അത് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ കാര്യമില്ല, അത് പ്രമാണിക്കുന്നവൻ. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം, ചെറുപ്രായത്തിൽ കർത്താവിനെക്കുറിച്ച് അറിയുവാനും ദൈവവചനം കേൾക്കുവാനും ഇടയായി. അത് മാക്സിമം പ്രമാണിക്കുവാൻ ഞാൻ ശ്രമിച്ചു.
ദുഷ്ടൻ്റെ ആലോചന പ്രകാരം ഇരിക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിപ്പാൻ, അത് ധ്യാനിപ്പാൻ മഹാഭാഗ്യം. അന്ന് തൊട്ട് ഈ 52 വയസ്സ് വരെ ഇതിനെ സഹായിച്ചു. ഈ ലോകത്തിലെ അനേകർ പട്ടുപോകാനുള്ളൊരു കാര്യം അവരുടെ ഫ്രണ്ട്സാണ്, അവരുടെ ചുറ്റുപാടുകളാണ്, അവരിടപെടുന്ന മനുഷ്യരാണ്. ആ കരടിയെ കയറിപ്പിടിച്ചത് കൊണ്ട് പിന്നെ അവനതിനെ വിടുവിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് പാപിയേലെ പാപത്തെ കയറിപ്പിടിച്ചാൽ ആ പാപം വലിച്ചുകൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കണ്ടത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇന്നല്ലെങ്കിൽ നാളെ 10 വയസ്സിൽ, 20 വയസ്സിൽ, 50 വയസ്സിൽ, 100 വയസ്സിൽ മനുഷ്യർ മരണപ്പെടുന്നു. എന്നാൽ ഞാനും നീയും എൻ്റെ ആത്മാവിനെ നേടിയോ, എൻ്റെ ആത്മാവിനെ നിത്യരക്ഷ നേടിയോ എന്നുള്ളതാണ് അർത്ഥം. ഈ ലോകത്തിൽ നീ എത്ര നേടിയെന്ന് പറഞ്ഞാൽ അത് സീറോയാണ്. 6 അടി മണ്ണിൽ നിൻ്റെ അസ്ഥി ദ്രവിച്ച് പോകത്തതേ ഉള്ളൂ. ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്നാൽ നിനക്ക് ലഭിച്ച ആയുസ്, ആരോഗ്യം, ധനം, മാനം, സമ്പത്ത് കൊണ്ട് നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇത് എനിക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ എന്നൊരു പൂർണ്ണമായ തീരുമാനത്തിലെത്തുക. ഈ ഭൗതികമായ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട്, കുറേ പ്രശസ്തിക്ക് വേണ്ടി, കുറേ ധനത്തിന് വേണ്ടി, എങ്ങനെങ്കിലും കുറേ ജീവിക്കുന്നതിന് വേണ്ടിയല്ല. എൻ്റെ ആത്മാവിനെ എനിക്ക് നേടണം. എൻ്റെ ആത്മാവിനെ മാത്രമല്ല, ഞാൻ മൂലം അനേകരെ അവരുടെ ആത്മാവിനെ നേടണം. യെസ്, ദൈവത്തിൻ്റെ വചനം വായിക്കുക, പ്രമാണിക്കുക, അവനനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്തിൽ ഇന്നല്ല നാളെ ലോകം വിട്ടുപോയെന്നാലും നിത്യമായി അവനവൻ്റെ ആത്മാവിനെ നേടുവാനും അതിലപ്പുറമായ അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നു അവരുടെ ആത്മാവിനെയും കൂടെ നേടിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിൻ്റെ കൂടെ വസിക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയമുള്ളവരെ, അത് സത്യമാണ്. അനേക മുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ കർത്താവിനെ മുഖാമുഖമായി കാണുന്നു. ഇത് നിനക്കൊരു രക്ഷാ ദിവസം, ഒരു രക്ഷാദൂതാണ്. നിൻ്റെ മരണത്തിനു മുമ്പ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക, അവനെ സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക, പാപികളെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ദൈവം അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുക്കട്ടെ. കർത്താവെ, മനോഹരമായ പകൽക്കാലം തന്നു. ഞങ്ങളുടെ ആയുസ് എപ്പോൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് അറിയുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെ നേടുവാൻ, ഞങ്ങൾ മൂലം അനേകരുടെ ആത്മാവിനെ നേടുവാൻ സർവശക്തനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണേ. തന്നിരിക്കുന്ന ആയുസ് ദൈവനാം മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഭാഗ്യം തന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ആർക്കെങ്കിലും ദൈവവചനപരമായോ വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എം ഡോക്ടർ മിനി റാഫ, കൗൺസിലിംഗ് ലെഫ്റ്റനൻറ്റ് കേണൽ. മൈ കോൺടാക്ട് നമ്പർ 9633282349. ഗോഡ് ബ്ലെസ് യു.